നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. റഷ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഗലൻഷിക്കിലെ ജനനിബിഡമായ കടൽ തീരത്ത് ഉക്രൈൻ ഡ്രോൺ പതിച്ച് 3 കുട്ടികളടക്കം 7 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് നേരെ ഉക്രൈൻ നടത്തിയ ആസൂത്രിത ഭീകരാക്രമണമാണിതെന്ന് റഷ്യ ആരോപിക്കുമ്പോൾ സംഭവത്തിൽ ഉക്രൈൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ക്രാസ്നോർ മേഖലയിലെ അർഗിപ്പോ ഓസ്വോപ്പോക്ക ബീച്ചിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്കിടയിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ പതിച്ച് വൻ സ്ഫോടനമുണ്ടായത്. റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിയുതിർക്കുന്നതിലൂടെയോ ഇലക്ട്രോണിക് സിഗ്നൽ ജാമിംഗ് മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ടോ ആണ് ഡ്രോൺ ബീച്ചിലേക്ക് പതിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ 21 പേരെ കടുത്ത തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യൻ അധീനതയിലുള്ള മേഖലകളിലും ക്രമീയിലും യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് അന്താരാഷ്ട്ര ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ കുറ്റപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൽ തങ്ങൾ ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യമിടാറില്ലെന്നാണ് ഉക്രൈന്റെ മുൻകാല നിലപാട്. എത്യോപ്യയിലെ അംഹാര മേഖലയിലുള്ള പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 14 തീർത്ഥാടകർ കൊല്ലപ്പെടുകയും 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് മലനിരകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. തഗ്ഗാന ദെബ്ര ബിൽമഖ് സെന്റ് മേരീസ് ആശ്രമത്തിൽ വിശുദ്ധജലത്താൽ രോഗശാന്തി തേടുന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുമ്പോഴായിരുന്നു ദുരന്തം. 100 കണക്കിന് വിശ്വാസികൾ തടിച്ചുകൂടിയ സമയത്ത് രാവിലെ 7 മണിയോടെയാണ് മലനിരകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് പ്രാർത്ഥനാ സംഘത്തിന് മേൽ പതിച്ചത്. മരിച്ചവരിൽ 11 പേരുടെ മൃതദേഹങ്ങൾ മഠത്തിന്റെ പരിസരത്ത് തന്നെ സംസ്കരിക്കുകയും ശേഷിക്കുന്നവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയും ചെയ്തു. പരിക്കേറ്റവരെ സമീപത്തെ പ്രധാന ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ദുരന്ത നിവാരണ സേനയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തുവാൻ പ്രതികൂല കാലാവസ്ഥ വൻ വെല്ലുവിളിയാകുന്നുണ്ട്. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം അത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. എന്നാൽ ഇറാനുമായി അമേരിക്ക നടത്തുന്ന ചർച്ചകൾ അവസാന അവസരമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി പുതിയൊരു കരാറിലെത്തുവാൻ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ടെഹ്റാന് ലഭിക്കുന്ന അവസാന അവസരമാണിതെന്നും ട്രംപ് വ്യക്തമാക്കി. മുൻപ് പദ്ധതിയിട്ടിരുന്ന സൈനിക നടപടികൾ നിർത്തിവെച്ച ശേഷമാണ് സമാധാന ചർച്ചകളുടെ കാര്യം ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. എന്നാൽ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിയ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി നിലവിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ മാത്രമാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നതെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ഇറാനിയൻ ഭരണകൂടം രഹസ്യമായി ചർച്ചകൾക്ക് താൽപര്യം കാണിക്കുകയും പുറത്ത് അത് നിഷേധിക്കുകയും ചെയ്യുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോരുമുറങ്ങുന്ന ഗൾഫ് മേഖലയിലെ യുദ്ധഭീതിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. മൊറോക്കോ അതിർത്തിയിൽ നിന്നും 10,000-കണക്കിന് അഭയാർത്ഥികൾ ഇരച്ചു കയറിയതിനെ തുടർന്ന് സ്പാനിഷ് അധീനതയിലുള്ള ഉത്തരാഫ്രിക്കൻ തീരദേശ നഗരമായ സെയൂട്ടയിൽ കടുത്ത മാനുഷിക പ്രതിസന്ധി നേരിട്ടു. സെയൂട്ടയിൽ 1000-കണക്കിന് അഭയാർത്ഥികൾ ഇപ്പോഴും തങ്ങുന്നതും അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടെ നിരവധി പേർ മരണപ്പെട്ടതും മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൊറോക്കോ അതിർത്തിയിലെ കടൽപാതയും കടൽഭിത്തിയും നീന്തിക്കടന്ന് 60,000-ഓളം ആളുകളാണ് സെയൂട്ടയിലേക്ക് ഇരച്ചു കയറിയത്. ഭൂരിഭാഗം പേരും പിന്നീട് മൊറോക്കോയിലേക്ക് തിരികെ പോയെങ്കിലും താൽക്കാലിക കേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞതോടെ 1000-കണക്കിന് അഭയാർത്ഥികൾ കടൽ തീരങ്ങളിലും തെരുവുകളിലും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതിർത്തി കടക്കുവാനുള്ള ശ്രമത്തിനിടെ മുങ്ങിമരിച്ചും തിക്കിലും തിരക്കിലും പെട്ടും 70-ലധികം പേർ മരണപ്പെട്ടതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. പ്രായപൂർത്തിയാകാത്ത 100-കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ സെയൂട്ടയിൽ തുടരുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പുനരധിവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അതിർത്തി നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി അഭയാർത്ഥികളെ കടത്തിവിട്ടതിൽ മൊറോക്കോയ്ക്കെതിരെയും ആവശ്യമായ സഹായം എത്തിക്കാത്തതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെയും സ്പെയിൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. തെക്കൻ ഉക്രൈൻ നഗരമായ സാപ്പോറിഷ്യയിൽ വെറും 90 മിനിറ്റിനുള്ളിൽ 8 ഗ്ലൈഡർ ബോംബുകൾ വർഷിച്ച് കനത്ത നാശനഷ്ടം വിതച്ച് റഷ്യൻ വ്യോമസേന. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ റഷ്യൻ ബലിസ്റ്റിക് ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ അടിയന്തര പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. 4 ജില്ലകളിലായി 22 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്കാണ് ഭീമൻ ഗ്ലൈഡ് ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചത്. 3000 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ ശേഷിയുള്ള ഈ ബോംബുകളെ തടയുവാൻ നിലവിൽ ഉക്രൈന്റെ പക്കൽ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങളില്ല. ഇതിന് പുറമെ 151 ദീർഘദൂര ആക്രമണ ഡ്രോണുകളും റഷ്യൻ സേന പ്രയോഗിച്ചതായി ഉക്രൈൻ വ്യോമസേന സ്ഥിരീകരിച്ചു. ബലിസ്റ്റിക് മിസൈലുകളെ വിജയകരമായി തടയുവാൻ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾക്ക് മാത്രമേ സാധിക്കൂവെന്നും സഖ്യരാജ്യങ്ങൾ സംഭരണശാലകളിൽ വെറുതെ വെച്ചിരിക്കുന്ന ഇവ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും സെലൻസ്കി അഭ്യർത്ഥിച്ചു. അതേസമയം കരിങ്കടലിലും മൈക്ലോവ് തുറമുഖത്തുമായി ഉക്രൈൻ സൈന്യത്തിനായി ചരക്ക് നീക്കം നടത്തിയ 4 കപ്പലുകൾ ലക്ഷ്യമിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു.
അമേരിക്കയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പടർന്നു പിടിക്കുന്ന സൈക്ലോസ്പോറിയാസിസ് രോഗബാധയിൽ ആദ്യമായി 2 മരണങ്ങൾ സ്ഥിരീകരിച്ചു. മിഷിഗണിൽ സ്ഥിരീകരിച്ച 2 മരണങ്ങളും മറ്റ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉള്ളവരിലാണെന്ന് സ്ഥിരീകരിച്ചതോടെ US CDC രോഗവ്യാപനത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂക്ഷ്മാണുവായ സൈക്ലോസ്പോറ മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ശരീരത്തിലെത്തി വയറിളക്കവും നിർജ്ജലീകരണവും ഉണ്ടാക്കുന്ന രോഗമാണ് സൈക്ലോസ്പോറിയാസിസ്. സാധാരണയായി ജീവന് ഭീഷണിയാകാറില്ലെങ്കിലും അടിയന്തര ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിർജ്ജലീകരണം മൂലം മരണത്തിന് കാരണമായേക്കാം. മിഷിഗണിൽ മാത്രം 10,000-ലധികം കേസുകളും 100-ലധികം ആശുപത്രിവാസവും റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ സീസണിൽ അമേരിക്കയിലുടനീളം 18,000-ലധികം ആളുകൾക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറന്റുകളിലും ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിലും വിതരണം ചെയ്ത മെക്സിക്കോയിൽ നിന്നുള്ള ഐസ്ബർഗ് ലെറ്റ്യൂസ് വഴി രോഗം പടർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചുവിളിച്ചിരുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃത്യമായി കഴുകി ഉപയോഗിക്കുവാനും ശുചിത്വം പാലിക്കുവാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകി. അമേരിക്കയിലെ വാഷിംഗ്ടൺ സംസ്ഥാനത്തുള്ള സ്പോക്കനിൽ പടർന്നു പിടിച്ച കാട്ടുതീക്ക് പിന്നിൽ മനഃപൂർവ്വമുള്ള അഗ്നിബാധയാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ 37-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരോൺ എഫ് ഫരിനാച്ചി എന്നയാളാണ് അറസ്റ്റിലായത്. സ്പോക്കൻ കൗണ്ടിയിൽ പടർന്നു പിടിച്ച ഓൾ ട്രെയിൽസ് ഫയർ എന്ന വലിയ കാട്ടുതീക്ക് പിന്നിൽ തീവെപ്പ് കേസാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് 1-ാം ഡിഗ്രി ആർസൺ കുറ്റം ചുമത്തി ആരോൺ ഫരിനാച്ചിയെ അറസ്റ്റ് ചെയ്തത്. റോഡരികിൽ നിന്ന സ്ഥലത്ത് സംശയകരമായ സാഹചര്യത്തിൽ ഇയാളെ കണ്ടതായി പ്രദേശവാസികൾ നൽകിയ സൂചനയാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാളുടെ പക്കൽ നിന്ന് തീപ്പെട്ടികളും ബ്യൂട്ടൈൻ ലൈറ്ററും പോലീസ് കണ്ടെടുത്തു. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് തീവ്രശ്രമം തുടരുന്നുണ്ടെങ്കിലും കടുത്ത വേനലും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വീടുകൾ പൂർണ്ണമായി കത്തിയമർന്നതോടെ 10,000-കണക്കിന് ആളുകളാണ് താൽക്കാലിക ആശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതിനിടെ മണ്ണിലും വനമേഖലകളിലും മറ്റു പ്രകൃതിദത്ത ദുരന്ത സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതിനാൽ അധികൃതർ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വെനസ്വലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6,000 കവിഞ്ഞതായി നാഷണൽ അസംബ്ലി ചീഫ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. തീരദേശ സംസ്ഥാനമായ ലാ ഗൈറ ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ടായ ദുരന്തത്തിൽ 17,000-ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും 10,000-ഓളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനങ്ങളിൽ 200-ഓളം ബഹുനില കെട്ടിടങ്ങളാണ് പൂർണ്ണമായി തകർന്നടിഞ്ഞത്. 16,000-ലധികം കെട്ടിടങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകൾ ഉപേക്ഷിച്ച് താൽക്കാലിക ആശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ദുരന്തം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇനിയും കണ്ടെത്താനുള്ളവർക്കായി അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സൈന്യത്തിന് വീഴ്ച സംഭവിച്ചെന്നും സഹായങ്ങൾ വൈകിയെന്നും ആരോപിച്ച് ജനങ്ങൾ രംഗത്തെത്തിയതോടെ വെനസ്വലയിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധവും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഭരണകൂടം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കി. മേഖലയിൽ ഇനിയും 10,000-ഓളം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് സർവേ ഏജൻസികളുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാരുടെ ഡാറ്റാ സെന്ററുകളെ ലക്ഷ്യമിട്ട് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. ബഹ്റൈനിലെ ആമസോൺ ഡാറ്റാ സെന്റർ ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ 5ഓളം പ്രമുഖ കേന്ദ്രങ്ങൾക്ക് നേരെ ഇതിനോടകം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. US സൈനിക ഏജൻസികൾക്ക് ക്ലൗഡ് സേവനം നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ഇത്തരം AI കേന്ദ്രങ്ങൾ സൈനിക ലക്ഷ്യങ്ങളായി മാറുന്നത്. ആധുനിക യുദ്ധങ്ങളിൽ ഡാറ്റാ സെന്ററുകൾ നേരിട്ടുള്ള ഭൗതിക ആക്രമണങ്ങൾക്കിരയാകുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ പശ്ചിമേഷ്യൻ നയതന്ത്ര പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനവില ഉയരുന്നതും ഡാറ്റാ സെന്ററുകളുടെ പ്രവർത്തന ചെലവും ഇൻഷുറൻസ് നിരക്കുകളും കുതിച്ചുയരുവാൻ കാരണമായി. AI സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനായി ശതകോടികൾ നിക്ഷേപിച്ച ബിഗ് ടെക് കമ്പനികൾക്ക് സൈനിക ഭീഷണിയും ഊർജ്ജ പ്രതിസന്ധിയും ഒരുപോലെ തിരിച്ചടിയാവുകയാണ്. രാജ്യത്തെ പ്രമുഖ ഭാഷയായ ഇംഗ്ലീഷിന് നിയമപരമായ ഔദ്യോഗിക പദവി നൽകുന്ന ചരിത്രപരമായ ബിൽ ന്യൂസിലാൻഡ് പാർലമെന്റ് പാസാക്കി. നിലവിൽ ഔദ്യോഗിക ഭാഷകളായ മാവോറിക്കും ന്യൂസിലാൻഡ് സൈൻ ലാംഗ്വേജിനും ഒപ്പമാണ് ഇപ്പോൾ ഇംഗ്ലീഷിനെയും ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസിലാൻഡിലെ 95%-ലധികം ജനങ്ങളും സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും ഇതുവരെ ഭരണഘടനാപരമായി ഇംഗ്ലീഷിന് ഔദ്യോഗിക ഭാഷ പദവി നൽകിയിരുന്നില്ല. ഭരണകക്ഷി സഖ്യത്തിലെ ന്യൂസിലാൻഡ് ഫസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഈ ബിൽ പാർലമെന്റിന്റെ 3ാം വായനയും പൂർത്തിയാക്കിയാണ് നിയമമായി മാറിയത്. രാജ്യത്തെ നിലവിലുള്ള നിയമ നടപടികൾക്കും ഭരണപരമായ ശീലങ്ങൾക്കും നിയമപരമായ വ്യക്തത നൽകുവാനാണ് ഈ നടപടിയെന്ന് ജസ്റ്റിസ് മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ പാർട്ടികളായ ഗ്രീൻ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ബില്ലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ എവിടെയും ഭീഷണി നേരിടുന്നില്ലെന്നും മാവോറിയുടെ ഭാഷയുടെ പ്രാധാന്യം കുറയ്ക്കുവാനാണ് ഭരണകൂടം ഇത്തരം അനാവശ്യ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ മാവോറി സൈൻ ഭാഷകൾക്ക് നൽകിയിട്ടുള്ള യാതൊരുവിധ നിയമപരമായ പരിരക്ഷകളെയും ഈ പുതിയ നിയമം ബാധിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകി. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.